മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച +1 ബാച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച കൊമേഴ്സ് ബാച്ചിന്റെ ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച നടന്നത്. മുഹമ്മദ് മുഹസിൻ MLA പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വളരെ പോസിറ്റീവായിട്ടാണ് മറുപടി പറഞ്ഞത്. അതിനുശേഷം ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ തന്നെ പട്ടാമ്പി മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളും നമ്മൾ വിളിച്ചു ചോദിച്ചെങ്കിലും ആ സ്കൂളുകളിൽ സൗകര്യങ്ങൾ കുറവാണെങ്കിലും ബാച്ചിനെ അനുവദിക്കാതിരുന്നാൽ കുട്ടികൾക്ക് ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് മിക്കവാറും സ്കൂളുകളുടെ പേര് കൊടുക്കുകയും അതിനുശേഷം നമുക്കറിയാം ഇവിടെ കൊടുമുണ്ടയിൽ ഹ്യൂമാനിറ്റീസ് ആണ് ആദ്യം അനുവദിച്ചത്. പക്ഷെ അവിടുത്തെ PTA-യും അധ്യാപകരും പറഞ്ഞു ഹ്യൂമാനിറ്റീസ് അവിടെ ഓൾറെഡി വേക്കന്റ് ആയിട്ട് കുറെ സീറ്റുകൾ കിടക്കുന്നുണ്ട്, അപ്പൊ ഹ്യൂമാനിറ്റീസ് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സയൻസ് അനുവദിക്കാൻ രണ്ടാമത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് സയൻസ് ആക്കി മാറ്റി. അതോടൊപ്പം നമ്മുടെ വാടനാകുഷി സ്കൂളിൽ സയൻസ്, എടപ്പലം സ്കൂളിൽ ഹ്യൂമാനിറ്റീസും കോമേഴ്സും, അതുപോലെ പട്ടാമ്പിയില് പിന്നെ നമുക്കറിയാം കോമേഴ്സ് അടക്കമുള്ള ബാച്ചുകളാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ തന്നെ അധിക ബാച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അതിൽ കൊപ്പം അടക്കമുള്ള സ്കൂളുകളിൽ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെറിയൊരു കാര്യം പറയാം. പല അധ്യാപകരും ഈ അധിക ബാച്ച് എന്ന് പറയുന്നത് പേടിയാണ്. 2-3 കൊല്ലം മുമ്പാണ് ആ അധിക ബാച്ച് പലയിടത്തും നമ്മൾ പല സ്കൂളുകളിലും അനുവദിച്ച്. പക്ഷെ ഈ അധിക ബാച്ച് അനുവദിച്ചു കൊടുത്തു നമ്മൾ സീരിയസ് ആയിട്ട് വിദ്യാർത്ഥികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അധിക ബാച്ച് അനുവദിച്ച സ്കൂളുകളിൽ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിലുള്ള നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഒരു പകുതി വെച്ചിട്ടാണ് രണ്ടാമത് ഈ അധിക ബാച്ചിലെ കുട്ടികൾ കയറുന്നത്. ഈ അധിക ബാച്ചിൽ വരുന്ന കുട്ടികളിൽ പലരും ചിലപ്പോൾ കുറച്ച് താരതമ്യേന മാർക്ക് കുറഞ്ഞവരും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. നഗരസഭാ ചെയർമാൻ TP ഷാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ ആശാ സന്തോഷ്, വാർഡ് കൗൺസിലർ സുരേഷ്, PTA പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, SMC ചെയർമാൻ ഷർഫുദ്ദീൻ, MPTA പ്രസിഡന്റ് ആസിയ, PTA വൈസ് പ്രസിഡന്റ് അലി, SMC വൈസ് പ്രസിഡന്റ് റിയാസ്, പ്രിൻസിപ്പൽ P അഷറഫ്, പ്രധാനാധ്യാപിക ഗീത, ഡെപ്യൂട്ടി HM ദൗലത്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.